Hi students, once again welcome back to EduSpring classes. Today we are going to discuss how to prepare trading account, profit and loss account and balance sheet. ഒരു ട്രയൽ ബാലൻസ് തന്നുകൊണ്ട് അതിൽ നിന്നും എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The following is the trial balance of Kumar Mohan as on 31st December 2003. 2003 ഡിസംബർ 31 ഒരു ട്രയൽ ബാലൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിലെ ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 45,000, ഫ്രീ ഹോൾഡ് പ്രീമൈസസ് 55,000, സ്റ്റോക്ക് 1st January 2003 അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് 36,500, സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 7,600, പർച്ചേസസ് 65,000, സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് 1,21,000, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 6,000, കാരേജ് ഇൻവാർഡ്സ് എന്താണ്? അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 1,675, കാരേജ് ഔട്ട്വാർഡ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 1,315, സെയിൽസ് റിട്ടേൺ 2,400, ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,365, ഡിസ്കൗണ്ട് അലൗഡ് 635, ഡിസ്കൗണ്ട് അലൗഡ് 430, വേജസ് 16,100, sundry debtors 41,000, sundry creditors 28,800, Kumar Mohan's capital 1,10,000, rent, rates and taxes 1,430, advertisement 2,400, cash in hand 450, cash at bank 2,500, drawings 3,000, loan from Rajesh 26,000, trial balance total 2,87,800. ഇത്രയുമാണ് ഒരു ട്രയൽ ബാലൻസിന് ഉള്ളിലുള്ള ഐറ്റംസ്. ഇനി അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ദ സ്റ്റോക്ക് ഓൺ 31st December 2003 വാസ് വാല്യൂഡ് അറ്റ് 30,000. 30,000 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത്. 2003 ഡിസംബറിലെ സ്റ്റോക്ക് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2003 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക? അതേ ഡേറ്റിൽ തന്നെ ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷമാണ് ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് മൂന്നും കൂടെ ഒരുമിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനോട് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിലെ ഒന്നാമത്തെ ഐറ്റം എന്താണ്? ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ ഉണ്ടാവുക? ഒരു ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ഐറ്റം നോക്കുക. സ്റ്റോക്ക് 1st January 2003 എമൗണ്ട് എത്രയാണ്? 36,500 ആണ്. 36,500 36,500 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യമായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മുൻ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം ഏതാണ്? പർച്ചേസ് ആണ്. പർച്ചേസ്
റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ മൈനസ് ചെയ്തിട്ടാണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. പർച്ചേസ് എമൗണ്ട് എത്രയാണ്? പർച്ചേസ് വരുന്നത് 65,000 ആണ്. പർച്ചേസ് 65,000 ആണ് പർച്ചേസ് വരുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം. ലെസ് പർച്ചേസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ എമൗണ്ട് എത്രയാണ്? 1,365 1365 രൂപയാണ് പർച്ചേസ് റിട്ടേൺ വരുന്നത്. അത് 65,000 നിന്നും 1365 രൂപ എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അപ്പോൾ എമൗണ്ട് എത്രയാണ്? 63,635 രൂപയാണ്. 63,635 രൂപ. ഇതാണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. 63,635 രൂപ എന്നുള്ള ഒരു എമൗണ്ട് ആണ്. ഇനി എന്താണ് നമുക്ക് എടുക്കേണ്ട ഐറ്റംസ്? എന്നാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു, പർച്ചേസ് എടുത്തു. അടുത്ത ഐറ്റം ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഒരുപാട് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാന്നുള്ളത് കഴിഞ്ഞ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്ലാസ്സിൽ നിന്നാണ് ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട് എന്ന് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ എന്താണ് കാരേജ് ഇൻവാൾവ്, അതെന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവാൾവ് കാരേജ് ഇൻവാൾവ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എമൗണ്ട് എത്രയാണ്? 1,675 രൂപ. 1,675 രൂപയാണ് കാരേജ് ഇൻവാൾവ്. അതുപോലെ തന്നെ വേജസ് ഉണ്ട്. വേജസ് എമൗണ്ട് എത്രയാണ്? 16,100 രൂപയാണ്. 16,100 രൂപയാണ് വേജസ്. അതുപോലെ തന്നെ എന്താണ്, ഇത്രയും രണ്ട് ഐറ്റം മാത്രമേ നമ്മുടെ ക്വസ്റ്റിനിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളൂ. ഇനി എന്താണ്, ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. അവിടെ ആദ്യം വരുന്നത് ഏതാണ്? സെയിൽസ് ആണ്. എപ്പോഴും സെയിൽസ് ആണ് ആദ്യം വരുന്നത്. അപ്പം സെയിൽസ് എമൗണ്ട് എത്രയാണ്? ആ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യണം, സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യണം. എന്നിട്ടാണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. അപ്പൊ സെയിൽസ് എത്രയാണ്? 1,21,000 രൂപ. 1,21,000 രൂപയാണ് സെയിൽസ്. അതിനെന്ത് ചെയ്യണം, റിട്ടേൺ ലെസ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ. അപ്പൊ സെയിൽസ് റിട്ടേൺ കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 2,400 ആണ്. 2,400 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് എത്രയാണ്? 1,18,600 രൂപ. 1,18,600 രൂപയാണ്. 1,18,600 രൂപയാണ് സെയിൽസ്. അത് സെയിൽസ് റിട്ടേൺ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. പിന്നീട് വരേണ്ട ഐറ്റം എന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? അത് എവിടെയാണ് ക്ലോസ് സ്റ്റോക്ക് ഉണ്ടാവുക? ഒരു ട്രയൽ ബാലൻസിന്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലാണ് എന്ത് നൽകുന്നത്? ക്ലോസ് സ്റ്റോക്ക് നൽകുന്നത്. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിനുള്ളിൽ നൽകുന്നതല്ല, പകരം എന്താണ്, സാധാരണ ക്ലോസ് സ്റ്റോക്ക് നൽകുന്നത് എവിടെയാണ്? ഒരു ട്രയൽ ബാലൻസിന്റെ ഔട്ട്സൈഡിലാണ്. ഏറ്റവും താഴെ നോക്കുക, സ്റ്റോക്ക് ഓൺ 31st December 2003 വാസ് വാല്യൂഡ് അറ്റ് ₹30,000. 30,000 രൂപയാണ്. 30,000 രൂപയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ക്ലോസ് സ്റ്റോക്ക് എന്നുള്ളത് എന്താണ്? അത് ട്രയൽ ബാലൻസിന്റെ ഔട്ട്സൈഡിലുള്ളതാണ്, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റിലുള്ളതാണ്. അഡ്ജസ്റ്റ്മെന്റിലുള്ള ഒരു ഐറ്റം എന്ത് ചെയ്യണം, അത് രണ്ട് സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. അപ്പൊ ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എഴുതി, ഇനി എവിടേക്കും കൂടി എഴുതണം, ബാലൻസ് ഷീറ്റിലേക്കും കൂടി എഴുതണം. അപ്പോൾ ഒരു ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ഒരു ഐറ്റം ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് ട്രയൽ ബാലൻസിന്റെ ഔട്ട്സൈഡിൽ പുറത്തുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം, അത് രണ്ട് സ്ഥലങ്ങളിലേക്ക് എടുക്കണം. അതായത് ഒന്ന് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കണം, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കോ എടുക്കുന്നു, പിന്നീട് ഒന്ന് ബാലൻസ് ഷീറ്റിലേക്കും എടുക്കുന്നു. അപ്പോൾ ഓരോന്നും എടുക്കേണ്ട ഐറ്റംസിനനുസരിച്ചിട്ടാണ്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നു, അതേ സ്ഥാനത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇൻഡയറക്റ്റ് ഇൻകമോ ആണെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നു, പിന്നീട് ബാലൻസ് ഷീറ്റിലേക്കും എടുക്കുന്നു. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലേക്ക്
അഡ്ജസ്റ്റ്മെന്റ് എടുക്കണം. അതേ സ്ഥാനത്ത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ എടുത്താൽ മതി. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ശേഷം എന്ത് ചെയ്യാം, ഇത്രയും ഒന്നാണ് കഴിഞ്ഞു. അതായത് ഓപ്പൺ സ്റ്റോക്ക്, പർച്ചേസ്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ്, പിന്നെ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും എൻട്രി ചെയ്തു. ശേഷം എന്ത് ചെയ്യണം, അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടതാണ് ഇവിടെ മൊത്തം എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക. ഈ സൈഡ് എന്താണ്, മൊത്തം കൂട്ടി നോക്കുക. അതായത് 30,000 പ്ലസ് 1,18,600 എത്രയാണ്, 1,48,600. 1,48,600. 1,48,600 ആണ് വരുന്നത്. ഇനി എന്താണ്, ഇത് ഈ സൈഡ് മൊത്തം കൂട്ടി നോക്കി കഴിഞ്ഞാൽ എത്രയാണ്, ഈ സൈഡ് ഇപ്പം 1,17,910 രൂപ. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ വരുന്ന എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 1,48,600 രൂപ. ഇവിടെ ഡെബിറ്റ് സൈഡോ 1,17,910 രൂപ. 1,17,910 രൂപ. ക്ലിയർ ആയാലോ? അപ്പൊ ഇവിടെ കുറവാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതലുള്ള എമൗണ്ടിൽ നിന്നും കുറവുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 30,690 എന്ന് കിട്ടും. 30,690 എന്ന് കിട്ടും. ഇത് ഏത് സൈഡിലാണോ കുറവുള്ളത് അവിടേക്കാണ് ഈ ഒരു ബാലൻസ് ചെയ്തേണ്ടത്. ഇതിനെന്താണ്, ഇത് ഈ സൈഡിലായത് കൊണ്ട് ഇതിന് എന്ത് വിളിക്കുന്നു, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. ഗ്രോസ് പ്രോഫിറ്റ്. ഇതിന് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. ഇവിടെ എന്താണ്, ടോട്ടൽ ചെയ്യാം. 1,48,600. ഇവിടെ എന്താണ്, 1,48,600. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിലെ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഓൺ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ 30,690. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എത്രയാണ്, 30,690 രൂപയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടേക്ക് എടുക്കേണ്ടത് എന്തൊക്കെ ഐറ്റംസ് ആണ്, ഇവിടേക്ക് എടുക്കേണ്ടത് എന്തൊക്കെ ഐറ്റംസ് ആണ്. ഇനി എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇവിടേക്ക് എടുക്കേണ്ടത്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, ഇവിടേക്ക് എടുക്കണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറീസ് എന്നാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 7,600 രൂപ. അതുപോലെ തന്നെ കാരേജ് ഔട്ട് വാർഡ് ഉണ്ട്, 1,315 രൂപ. കാരേജ് ഔട്ട് വാർഡ്. കാരേജ് ഔട്ട് വാർഡ് എമൗണ്ട് എത്രയാണ്, 1,315 രൂപ. കാരേജ് ഔട്ട് വാർഡ്. പിന്നീട് വരുന്നത് എന്താണ്, ഡിസ്കൗണ്ട് അലൗഡ് 430. ഡിസ്കൗണ്ട് അലൗഡ് ഇതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇതിന് താഴേക്കുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് 430 രൂപ. പിന്നീട് വരുന്നത് എന്താണ്, അഡ്വർടൈസ്മെന്റ്, അതായത് റെന്റ്, റൈറ്റ്സ് ആൻഡ് ടാക്സസ്. റെന്റ്, റൈറ്റ്സ് ആൻഡ് ടാക്സസ്. റെന്റ്, റൈറ്റ്സ് ആൻഡ് ടാക്സസ്. റെന്റ്, റൈറ്റ്സ് ആൻഡ് ടാക്സസ് എമൗണ്ട് എത്രയാണ്, റെന്റ്, റൈറ്റ്സ് ആൻഡ് ടാക്സസ് എമൗണ്ട് 1,430 രൂപ. 1,430 രൂപ. 1,430 രൂപയാണ്. പിന്നീട് വരുന്നത് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എമൗണ്ട് എത്രയാണ്, അഡ്വർടൈസ്മെന്റ് എമൗണ്ട് 2,400 രൂപ. 2,400 രൂപയാണ് അഡ്വർടൈസ്മെന്റ്. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്വർടൈസ്മെന്റ് 2,400 രൂപ. ഇത്രയുമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ടോ നോക്കണം. ഇൻഡയറക്റ്റ് ഇൻകംസ് എന്നാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. ഡിസ്കൗണ്ട് റിസീവ്ഡ് അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. 635 രൂപ അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട് എത്രയാണ്? 635 രൂപ. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യുന്നു. എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ ബാലൻസ് ചെയ്യാം. ഇത് മൊത്തം അതായത് 30,690 പ്ലസ് 635 എത്രയാണ്? 31,325 രൂപയാണ്. 31,325 രൂപ. 31,325 രൂപയാണ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എന്ത് ചെയ്യണം? എഴുതണം. അതിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് മുകളിൽ അതൊക്കെ മായ്ക്കാണ്. ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി മുകളിൽ എഴുതുന്നത് ഇതിന്റെ താഴേക്കുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 31,325 രൂപയാണ്. 31,325 രൂപയാണ് ക്രെഡിറ്റ് സൈഡ്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡോ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? അപ്പോ ഈ സൈഡിൽ വരുന്ന എമൗണ്ട് എത്രയാണ്? 13,175 രൂപയാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് മൊത്തം അതായത് ഈ ഒരു ടോട്ടൽ ചെയ്തില്ലേ അതിന്റെ താഴേക്കാണ്. ഈ ടോട്ടൽ ചെയ്തതിന്റെ താഴേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 13,175 രൂപയാണ്. ഇവിടെ 31,325 രൂപയാണ്. ഇവിടെ എന്താണ്? ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് എന്താണ്? കുറവാണ്. അപ്പോൾ 31,325 രൂപയിൽ നിന്നും 13,175 രൂപ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ലഭിക്കും? അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ആണെന്ത്? 18,150 രൂപ. 18,150 രൂപ. ഈ 18,150 രൂപ എന്നാണ് ഡെബിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ്. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിലേക്ക് എമൗണ്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ശേഷം ടോട്ടൽ ചെയ്യാം. 31,325 രൂപ ഇവിടെ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 31,325 രൂപ ടോട്ടലായി. ഇതോടുകൂടി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്റ്റുഡൻസ്, ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തു, അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തു, അതിന്റെയും നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാലൻസ് ഷീറ്റ് ആണ്. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2003. ഇത് ലയബിലിറ്റി സൈഡ് ആണ്, ഇത് അസറ്റ് സൈഡ് ആണ്. ആദ്യമായിട്ട് എന്താണ്? നമ്മൾ അസറ്റ് സൈഡ് എഴുതുന്നു. ഫസ്റ്റ് വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് ഒന്നെന്താണ്? ഫസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. 45,000 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറി. അത് ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇവിടെ ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ട് എമൗണ്ട് നേരിട്ട് എഴുതുന്നു. 45,000 രൂപ. പ്ലാന്റ് ആൻഡ് മെഷീനറി 45,000 രൂപ. പിന്നീട് വരുന്നത് എന്താണ്? ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 55,000 രൂപ. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് എമൗണ്ട് എത്രയാണ്? 55,000 രൂപ. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 55,000 രൂപ. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ ഒന്നും എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എമൗണ്ട് നേരിട്ട് എഴുതുന്നത്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്.
ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എമൗണ്ട് എത്രയാണ്? 6000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 6000. അപ്പൊ ഇത്രയുമാണ് എന്തുള്ളത്? ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ളത്. ഇനി വരേണ്ടത് കറന്റ് അസറ്റ് ആണ്. കറന്റ് അസറ്റ്. അപ്പൊ കറന്റ് അസറ്റുകൾ ഏതൊക്കെയാണ്? കറന്റ് അസറ്റുകൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അത് ട്രയൽ ബാലൻസിന്റെ പുറത്താണ്. 30,000 ക്ലോസിംഗ് സ്റ്റോക്ക്. 30,000 ക്ലോസിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ട്രയൽ ബാലൻസിനുള്ള ഐറ്റംസ് ആണിത്. ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് എമൗണ്ട് എത്രയാണ്? 41,000 രൂപ. 41,000 രൂപ. പിന്നീട് വരുന്നത് എന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. 2,500. ക്യാഷ് അറ്റ് ബാങ്ക് 2,500 രൂപ. പിന്നീട് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 450 രൂപ. ക്യാഷ് ഇൻ ഹാൻഡ് 450 രൂപ. ഇതോടുകൂടി എന്താണ്? ഫിക്സഡ് അസറ്റ് കഴിഞ്ഞു, കറന്റ് അസറ്റും കഴിഞ്ഞു. ഈ രണ്ട് ഐറ്റംസ് ആണ് ഏതിലേക്ക് എടുക്കേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടത്. ഇനി എന്താണ്? ഇനി ക്യാപിറ്റൽ ആണ് വരേണ്ടത്. ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്? 1,10,000 രൂപയാണ് ക്യാപിറ്റൽ. 1,10,000. 1,10,000 ആണ് ക്യാപിറ്റൽ. അതോടുകൂടി എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചില്ലേ? ആ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടേക്ക് എഴുതേണ്ടത്. എത്രയാണ്? 18,150 രൂപയാണ്. 18,150 രൂപ. 1,10,000ത്തിലേക്ക് 18,150 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ബാലൻസ് എത്രയാണ്? 1,28,150 രൂപയാണ്. അതിന് എന്ത് ചെയ്യണം? ഡ്രോവിങ്സ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ഡ്രോവിങ്സ് എത്രയാണ്? 3,000 രൂപ. ലെസ് ഡ്രോവിങ്സ് 3,000 രൂപ. അപ്പോൾ എത്രയാണ്? 1,25,150 രൂപ. 1,25,150 രൂപയാണ്. 1,25,150 രൂപ. ഇത്രയുമാണ് എന്താ ക്യാപിറ്റലിന്. അടുത്തതാണ് ലോങ് ടൈം ലാബിലിറ്റീസ് ആണ്. ലോങ് ടൈം വരേണ്ടത്. ലോങ് ടൈം ലാബിലിറ്റീസിൽ എന്താണ്? ലോൺ ഫ്രം കുമാർ ഉണ്ട്. ലോൺ ഫ്രം രാജേഷ് ആണ്. ലോൺ ഫ്രം രാജേഷ് 26,000 രൂപ. പിന്നീട് വരുന്നത് കറന്റ് ലാബിലിറ്റീസ് ആണ്. അപ്പൊ കറന്റ് ലാബിലിറ്റീസ് ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമതായിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് 28,800 രൂപ. ഇതോടുകൂടി എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്താണ് ലാബിലിറ്റി സൈഡ് ഫുള്ളായി. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിലേക്കും കറന്റ് അസറ്റിലേക്കും എല്ലാം എടുത്തു. ഇനി എന്ത് ചെയ്യാം? രണ്ടും ടോട്ടൽ ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നാണ് ടോട്ടൽ ചെയ്യാം. ഫസ്റ്റ് അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 1,79,950 രൂപ. 1,79,950 രൂപ. ഇവിടെയും 1,79,950 രൂപ. വേറെ 1,79,950 രൂപ. ഇതാണ് രണ്ട് സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡും ടാലിയാണ്. ടാലിയാവാന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക?
ഈക്വൽ ആവും, അതിനെ ടാലി ആവാന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് സൈഡിൽ നിന്നാണ് ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ ചെയ്ത ഫൈനൽ അക്കൗണ്ട്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും എന്താണ് ഈ ബാലൻസ് എന്താ വരാൻ പാടില്ല, രണ്ടും തെറ്റായിട്ട് വരാൻ പാടില്ല, അതിൽ തുല്യമല്ലാതെ വരാൻ പാടില്ല. രണ്ട് ഈക്വൽ ആയിട്ട് വേണം ഇതിന്റെ ടോട്ടൽ വരാൻ. അപ്പോഴാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസ്, ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.